ഇന്ന് നമുക്കൊരു പെരി പെരി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. എയർ ഫ്രയറും ഓവനും ഒന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. ഇനി ഇതേ ചിക്കൻ എല്ലാ പീസും ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ചെറിയ ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് 2 സ്പൂൺ തൈരും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കണം. ഞാൻ കുരുമുളക് ഇടാൻ മറന്നുപോയതാണ്. ഒന്ന് അരച്ചെടുക്കാം. ഈ മിക്സ് നമ്മുടെ ചിക്കനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 പീസ് ബട്ടറിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ബട്ടർ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് ഒരു ബൗളിനകത്തേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ നമ്മുടെ ചതച്ച മുളകും ടൊമാറ്റോ സോസും ഒലിവ് ഓയിലും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കോക്കനട്ട് ഓയിലാണെങ്കിലും എടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഇനി നമ്മുടെ വെന്ത ചിക്കൻ ഇതേ ഓരോന്നായിട്ട് അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മുടെ ഈ പെരി പെരി മസാല ഉണ്ടല്ലോ നമ്മളിപ്പം ആക്കി വെച്ചേ അതങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു ഫ്രൈ പാനകത്തേക്കുണ്ടല്ലോ കുറച്ച് ബട്ടർ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചിക്കൻ ഓരോ പീസായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒരു സൈഡ് ഒരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. മൊത്തം 4 മിനിറ്റ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആദ്യം നമ്മുടെ ബാലൻസ് മസാല തേച്ച് കൊടുക്കുക. പിന്നെ മെൽറ്റഡ് ബട്ടർ അത് നമ്മൾ ഈ ഫ്രൈ പാനിൽ തന്നെ ബാലൻസ് ഉണ്ടാവും, അതും തേച്ച് കൊടുത്തിട്ട് അങ്ങ് എടുത്തങ്ങ് കഴിക്കുക. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ? അടിപൊളി ടേസ്റ്റാണ്. വയറ് നിറയോളം നമുക്ക് കഴിക്കാനും ഉണ്ടാവും. കടയിൽ നിന്നൊക്കെ കഴിച്ചാൽ നമുക്ക് ഇത്രയും അധികം വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റിൽ വയറ് നിറച്ച് കഴിക്കാം. ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാൻ. ടാറ്റാ.